ഗൈസ് എല്ലാവരും കൂടെ കൂടാൻ വിചാരിച്ച് ചേച്ചിമാരുടെ ഹോസ്റ്റലിൽ വന്നിരിക്കുക. ഇങ്ങനെ ഞങ്ങൾ ബ്രെഡ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അറിയാന്ന് പറഞ്ഞത് ചേച്ചി. അവസാനം ഇപ്പം കണ്ടിരി ഞാൻ കണ്ണിലോട്ട് നോക്കണം. തുറന്നു പോകാം. ചേച്ചി ഉറങ്ങും അതിനകത്ത്. ഇങ്ങോട്ട് പോവാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കുത്തി നോക്കേ. അതാ എങ്ങനെ തരുന്നു? കുത്തിയല്ലേ? എന്നെ സവാള വെക്കുന്നുണ്ട്. പാലിനകത്ത് തൈരുണ്ടാക്കാൻ പറ്റും. ഞാൻ കുറച്ച് റെസ്റ്റ്. ഇതിൽ മെയിൻ ഷെഫ് അസിസ്റ്റന്റ് പണിയെടുക്കും. വായി നോക്കി അസിസ്റ്റന്റ് ഇത്ര പണിയെടുക്കത്തില്ല. ഇതിലൊക്കെ ഉടച്ചിട്ട് ബോയ്സ് കുളിക്കണം. കുളിച്ചില്ല മഞ്ഞപ്പൊടി, ഗരം മസാല, കൂടി പോകണം. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അല്ല, അത് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പൊ മസാല ഉപ്പും കൂടെ വേണം. ഇച്ചിരി ഇതിലേക്ക് പോട് മിക്സ് പണം. കുഴി തോണ്ടി മുട്ട പൊട്ടിക്ക് പോകാം. ഗോയ്സ് കത്തി വേണം. ഒരു മുട്ട വേണം ആദ്യം. മുട്ട പൊട്ടിക്കാൻ കത്തിയില്ലേ കുഴപ്പമില്ല. അടിച്ചു പൊട്ടിക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ കത്തി ഉണ്ടെങ്കിൽ ശക്തി വേണം. ഒന്നുമില്ല, ഈ വീട്ടിൽ ഒന്നുമില്ല. അതുകൊണ്ട് എടുത്തു പറയണം. എല്ലാ അയൽവക്കക്കാരുടെ അടുത്ത് കടം മേടിച്ചോണം. ആഹാ, ഗ്ലാസിനകത്താണല്ലോ എടുത്ത്. എങ്ങനെ മുക്കുന്നത്? ഇതിനെപ്പോലെ ഒരു വണ്ടീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പാത്രത്തിൽ എടുക്കാൻ പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഗ്ലാസ് എടുക്കാൻ ഞാനും കൊടുക്കില്ല. ഇങ്ങനെ എടുത്ത് ഉരുട്ടണം. ഇങ്ങനെ പരത്താം. പരത്തി നല്ല പറയുന്നത് കുറച്ച് അയാൾ പൊളിച്ചെന്ന് പറയണമെന്ന് നശിപ്പിച്ച് എന്റെ സാധനത്തെ പൊട്ടിച്ച് നല്ല ബ്രൗൺ ആണ്. നല്ല ബ്രൗൺ ആയി കഴിഞ്ഞാൽ നല്ല മുരുമുരാണ്. എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്. കാട് ഫുള്ള് കാട്. മരം മാനുണ്ട്. 2 പിള്ളേരവിടെ. മാനിന് എന്താ കൊടുക്കുക? ഫുഡ് കൊടുക്കുക. ഇത് ഫോട്ടോ എടുക്കുക. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ഒരു 7 മണിയായപ്പോഴത്തേനും